അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങോട്ട് അവളിറങ്ങി പോകും. പുല്ല് പോലെ എടുത്തിട്ട് ഇറങ്ങി പോയി. പിന്നെ അവളെടുക്കുവാണെങ്കിൽ നമുക്ക് എടുത്തതിന്റെ കുഴപ്പമൊന്നും ഞാനും കരുതി. റോഡിന്റെ പണി നടക്കുന്ന സമയമല്ലേ നിങ്ങളീ പറയണേ? ആ സമയത്താണ് ഞാനും എടുക്കണം. 2008 ഇതുപോലെ തന്നെ അന്ന് ഇവിടുന്ന് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി. ഞാനും ഈ പെണ്ണും ഒരു വണ്ടിയായിരുന്നു, ബാക്കിയുള്ളവര് അടുത്ത സെറ്റാ വരുന്നത്. എടുക്കടാ, കറക്റ്റാടാ, എടുത്തു. അന്ന് രണ്ടാശന്മാരാ. ജോസെന്ന് പറഞ്ഞ കാശുണ്ടായിരുന്നു. അന്ന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു വരുമായിരുന്നു, ഇന്ന് നടക്കുകയല്ല. അന്ന് ഞങ്ങൾക്ക് അതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പോയി ഇതുപോലെ വണ്ടിയൊക്കെ എടുക്കുന്നത് മറ്റേ റോട്ടക്ക് വന്നു കാറിലെ. റോട്ടൊക്കെ പക്കയായിരിക്കും, ഞാനെടുത്ത് പക്കയായിരിക്കും, നിങ്ങൾ എടുത്ത് കുഴപ്പമില്ലാണ്ടെങ്കിൽ എടുക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് റോട്ടക്കിന് വണ്ടി എടുക്കാം, ഇവരോട് ഒന്ന് കുത്തിപ്പൊളിച്ചിട്ടേക്കുവാ. 90 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകണമെന്ന് പറഞ്ഞു. പോയി കിടക്കുന്ന വഴി 90 കിലോമീറ്റർ സ്പീഡിൽ പോകണം. ഇയാൾ എടുത്ത വഴിക്ക് പറഞ്ഞു. കേരളത്തിൽ ഏത് റോഡപ്പോൾ ഉള്ളത്? ഈ റോഡ് പൊളിഞ്ഞ് കിടക്കുവാന്നേ. ഇയാള് നമ്മളെ കളിപ്പിക്കാനുള്ള ഇതാന്ന് ഓർത്തോണ്ടിരിക്കണേ. പുള്ളി വന്നിട്ട് നിന്നൊരു കാല് കൊടുക്കാനാ പറഞ്ഞേ എന്ന് പറഞ്ഞു. ആ കാലം കൊടുത്തു. വണ്ടി അങ്ങ് പോകുന്ന ആ മോനിപ്പള്ളി ആ ഇപ്പറ വരുന്ന ഭാഗില്ലേ, മോനിപ്പള്ളി ആച്ചിക്കലല്ല, ആ മറ്റേ പള്ളി ഇരിക്കണേ ആ വളവ്, ആ വളവിന്റെ ഇപ്പറ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പം ചേട്ടനുള്ള ഒരു കൂട്ടാ പോകും. ആ പോയടാ, ഇവളോട് പറഞ്ഞു നീയൊക്കെ എടുത്തോളാം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇയാൾ പറയുന്ന പോലെ അങ്ങ് എടുത്തോണം, വേറെ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി പിരിയുള്ളതാന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഞാൻ അത്യാവശ്യം കാര്യം കൊടുക്കും, പിന്നെ 70-75 വരെ എന്നൊക്കെ പറഞ്ഞ പോലെ പോകും. വണ്ടി കിടന്ന് ചാടുമല്ലേ, മൊത്തം പൊളിച്ചിട്ടേക്കുമല്ലേ. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. അപ്പം ഞാൻ വേറെ പുള്ളിയെ വിളിച്ചു. പുള്ളി കയറിയില്ല വണ്ടിക്കകത്ത്. അപ്പം പുള്ളി പുറകിലത്തെ വണ്ടിയാണ്. അപ്പോൾ പുറകിലത്തെ വണ്ടിയെന്ന് പറഞ്ഞാൽ വണ്ടിക്കാണ് ഈ മടി കൂടെയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പയ്യെ പുറകോട്ട് പോകും. ഇയാളെ ഫ്രണ്ടിരിക്കുകയാണ്. വണ്ടി ഇവിടെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ പരിപാടി കഴിഞ്ഞാൽ വണ്ടി അവിടെ ഒതുക്കി തരും. അന്നേരം പുള്ളി ഒന്ന് ചേർക്കോളാം എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവർ തമ്മിൽ ശത്രുതരാ, വ്യാജന്മാർ തമ്മിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ പോലെയാണ് വണ്ടി എടുത്തേക്കുന്നത്. ഒരു 10 മിനിറ്റ് ഞാൻ പറയാൻ തോന്നി. പുള്ളി വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും പാസ്സാ, ബാക്കിയുള്ളവര് ദീപം പറഞ്ഞു പുള്ളി ബാക്കി എല്ലാവരും വേറെ വണ്ടി എടുത്തു. വണ്ടി തരുന്നില്ല, പിന്നെ ലൈസൻസ് ആയി കഴിഞ്ഞാൽ എന്തുവരെ കാണിക്കാമല്ലോ. വണ്ടി എടുത്തോളാൻ പറ്റും. നേരെ കുറവങ്ങാടി ഈ പെണ്ണോട് പറഞ്ഞു അവർ പെണ്ണ് പറഞ്ഞു ഞാനും കൊണ്ടുവന്നു. ഞങ്ങൾ ഊതി വാറി കയറി അവിടെ വീർക്കി. പക്ഷേ ഞാൻ